Logical operators are logical and, logical or, logical not. These operators are used for interconnecting relational expressions. Relational expressions connect ചെയ്യാനാണ് logical operators use ചെയ്യുന്നത്. Relational expressions നമുക്കറിയാം, it is a comparison expression. ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ട്രൂ ഓർ ഫോൾസ് ആണ്, അല്ലെങ്കിൽ 1 or 0. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആണ് ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു. ഇങ്ങനെയുള്ള എക്സ്പ്രഷൻസിനെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സായ ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോട്ട് എന്നീ ഓപ്പറേറ്റേഴ്സ് വെച്ച് കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പറേഷൻസിന്, ഓരോ ഓപ്പറേഷൻസിനും ഓരോ പ്രത്യേകതകളുണ്ട്. ഫസ്റ്റ് കേസ് ലോജിക്കൽ ആൻഡ് ഓപ്പറേറ്റർ. ലോജിക്കൽ ആൻഡ് ഓപ്പറേറ്റർ interconnects two or more relational expressions. So it is a binary operator. ഒന്നിലധികം എക്സ്പ്രഷൻസിനെ കണക്ട് ചെയ്യാനാണ് ലോജിക്കൽ ആൻഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഹിയർ E1 and E2 ആർ ടു റിലേഷണൽ എക്സ്പ്രഷൻസ്. അങ്ങനെയാണെങ്കിൽ E1 or E2 എന്ന് പറയുന്നത് E1ൻ്റെയും E2ൻ്റെയും റിസൾട്ട് ട്രൂ ആണെങ്കിൽ മാത്രമേ E1 and E2 ട്രൂ ആവുള്ളൂ. ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ ഫോൾസ് ആയാൽ ഫൈനൽ റിസൾട്ട് ഫോൾസ് ആവും. അപ്പോൾ ഈ കേസിൽ ഫസ്റ്റ് കേസ് E1 0, E2 0. E1 and E2 പറയുമ്പോൾ 0, കാരണം ബോത്ത് എക്സ്പ്രഷൻ 0 ആണ്. സെക്കൻഡ് കേസിൽ E1 0, E2 ട്രൂ, ബട്ട് E1 and E2 എന്ന് പറയുമ്പോൾ 0 ആണ്, കാരണം E1 0 ആയി. ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ 0 ആയാൽ റിസൾട്ട് 0 ആവും. തേർഡ് കേസിൽ E1 ട്രൂ, E2 0, ബട്ട് E1 and E2 എന്ന് പറയുമ്പോൾ റിസൾട്ട് 0, കാരണം E2 ഇവിടെ 0 ആയി. ഫോർത്ത് കേസിൽ E1 ട്രൂ, E2 ട്രൂ, രണ്ട് കണ്ടീഷൻ ട്രൂ ആണ്. സോ E1 and E2 എന്ന് പറയുമ്പോൾ ട്രൂ ആണ്. അപ്പോൾ ആൻഡ് ഓപ്പറേറ്ററിൻ്റെ പ്രത്യേകത എല്ലാ കണ്ടീഷൻസും ട്രൂ ആയാലേ റിസൾട്ട് ട്രൂ ആവുള്ളൂ. ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ ഫോൾസ് ആയാൽ റിസൾട്ട് ഫോൾസ് ആവും. ഈ ലോജിക്കൽ ഓർ ഓപ്പറേറ്ററും ബൈനറി ഓപ്പറേറ്ററാണ്. ഒന്നിലധികം റിലേഷണൽ എക്സ്പ്രഷൻസിന് കമ്പൈൻ ചെയ്യിക്കാനാണ് ലോജിക്കൽ ഓർ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ ട്രൂ ആയാൽ മതി. എല്ലാ എക്സ്പ്രഷൻ ട്രൂ ആവണം നിർബന്ധമില്ല. ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ ട്രൂ ആയാൽ മതി, റിസൾട്ട് എന്താവും? ട്രൂ ആവും. അപ്പോൾ ഫസ്റ്റ് കേസിൽ E1 0 ആണ്, E2 0 ആണ്, രണ്ട് കണ്ടീഷൻ ട്രൂ 0 ആണ്. സോ E1 or E2 സ്വാഭാവികമായിട്ട് 0, കാരണം എല്ലാം 0 ആയതുകൊണ്ട് ഫൈനൽ റിസൾട്ട് എന്താവും? 0 ആവും. സെക്കൻഡ് കേസിൽ E1 0 ആണ്, പക്ഷേ E2 1 ആണ്, അതുകൊണ്ട് ഫൈനൽ റിസൾട്ട് എന്താണ്? E1 or E2 പറയുമ്പോൾ 1 ആണ്, കാരണം ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയാലും മതി. ഇവിടെ E2 ട്രൂ ആണ്, അതുകൊണ്ട് E1 or E2 പറയുമ്പോൾ റിസൾട്ട് എന്തായി? ട്രൂ ആയി. തേർഡ് കേസിൽ E1 1 ആണ്, E2 0 ആണ്. സോ E1 1 ആയതുകൊണ്ട് തന്നെ റിസൾട്ട് എന്തായി? E1 or E2 എന്ന് പറയുമ്പോൾ 1 ആയി. ലാസ്റ്റ് കേസിൽ രണ്ട് കേസും ട്രൂ ആണ്, സ്വാഭാവികമായ റിസൾട്ട് 1. അപ്പോൾ ഓർ ഓപ്പറേറ്റർ പ്രത്യേകത ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ ട്രൂ ആയാൽ മതി, റിസൾട്ട് എന്തായി? ട്രൂ ആയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാം. Predict the output of the following operations if x equal to 5 and y equal to 3. ഇവിടെ ഒരു ലോജിക്കൽ എക്സ്പ്രഷനാണ് തന്നിട്ടുള്ളത്. ലോജിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ അത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ടാവും. സോ ഇങ്ങനെയുള്ള എക്സ്പ്രഷനിൽ നമ്മൾ എക്സിന് വാല്യൂ 5 എന്നും വൈയുടെ വാല്യൂ 3 എന്നും കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യണം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ആൻഡ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4. സോ ബൈ ഇൻപുട്ടിംഗ് വാല്യൂ ടു എക്സ് ആൻഡ് വൈ, 5 greater than or equal to 10 and 3 greater than or equal to 4. So ആദ്യം എക്സ്പ്രഷൻസ് ഇവാലുവേറ്റ് ചെയ്യണം. 5 greater than or equal to 10 ആണോ? 5 10നേക്കാൾ ഗ്രേറ്ററോ ഈക്വലോ ആണോ? അല്ല. അപ്പോൾ റിസൾട്ട് എന്താണ്? ഫോൾസ് ആണ്, 0. ആൻഡ് 3 greater than or equal to 4. 4നേക്കാൾ 3 ഗ്രേറ്റർ ആണോ അല്ലെങ്കിൽ ഈക്വൽ ആണോ? രണ്ട് കണ്ടീഷനും ഫോൾസ് ആണ്. സോ റിസൾട്ട് ഈസ് 0. സോ ഇവിടെ ആൻഡ് ഓപ്പറേറ്റർ ആണ്. ആൻഡ് ഓപ്പറേറ്ററിൻ്റെ പ്രത്യേകത രണ്ട് കണ്ടീഷനും ട്രൂ ആയാലേ റിസൾട്ട് ട്രൂ ആവുള്ളൂ. ഇവിടെ രണ്ട് കണ്ടീഷനും ഫോൾസ് ആണ്. സോ റിസൾട്ട് എന്താണ്? ഫോൾസ് ആണ്. സെക്കൻഡ് കേസ്, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആൻഡ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. സോ ബൈ ഇൻപുട്ടിംഗ് വാല്യൂ ടു എക്സ് ആൻഡ് വൈ, 5 greater than or equal to 1 and 3 greater than or equal to 3. 5 greater than or equal to 1. 1നേക്കാൾ ഗ്രേറ്റർ ആണോ? 5 ആണ്. ആണ് പറയുമ്പോൾ ട്രൂ, 1 അല്ലേ. ആൻഡ് 3 greater than or equal to 3. 3നേക്കാൾ 3 ഗ്രേറ്റർ ആണോ? അല്ല, പക്ഷേ ഈക്വൽ ആണ്.
അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ഒരു ഓപ്പറേറ്റർ ഗ്രേറ്റർ ഒരു ഓപ്പറേറ്റർ ഈക്വലും ഉണ്ട്. സോ 3 ഈക്വൽ ടു 3 ആയതുകൊണ്ട് റിസൾട്ട് എന്താണ് 1. സോ ഇവിടെ ആൻഡ് ഓപ്പറേറ്റർ ആണ്, രണ്ട് കണ്ടീഷനും ട്രൂ ആണ്. സോ റിസൾട്ട് ഇസ് ട്രൂ. അടുത്ത ചോദ്യം, x ഗ്രേറ്റർ ദാൻ 5 ആൻഡ് y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. എക്സിനും വൈനും വാല്യൂ ഇൻപുട്ട് ചെയ്താൽ 5 ഗ്രേറ്റർ ദാൻ 5 ആൻഡ് 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. 5 ഗ്രേറ്റർ ദാൻ 5 ആണോ? അല്ല. സോ റിസൾട്ട് 0. ആൻഡ് 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. 2വിനേക്കാൾ ഗ്രേറ്റർ ആണോ 3? ആണ്. സോ റിസൾട്ട് ഈസ് 1. 0 ആൻഡ് 1. ആൻഡ് ഓപ്പറേറ്റർ ആണ്, എല്ലാ കണ്ടീഷനും 1 ആയാലേ റിസൾട്ട് 1 ആവുള്ളൂ. ഇവിടെ ഒരു കണ്ടീഷൻ 0 ആയി. സോ റിസൾട്ട് ഈസ് 0. നെക്സ്റ്റ്, x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ഓർ y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4. ഇവിടെ ഓപ്പറേറ്റർ മാറി, ഓർ ഓപ്പറേറ്റർ ആണ്. സോ നമ്മൾ എക്സിനും വൈൻ്റെ വാല്യൂ ഇൻപുട്ട് ചെയ്തു. 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ഓർ 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4. 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ? 10നേക്കാൾ ഗ്രേറ്റർ ആണോ 5? അല്ല. 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10. 10നേക്കാൾ ഗ്രേറ്റർ അല്ല 5. സോ റിസൾട്ട് 0. ഓർ 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4. 4നേക്കാൾ ഗ്രേറ്റർ ആണോ 3? അല്ല, 0. സോ രണ്ട് കണ്ടീഷനും ഫോൾസ് ആയി. 0 ഓർ 0. റിസൾട്ട് എന്തായി? ഫോൾസ് ആയി. ഓറിൻ്റെ കേസിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയാൽ മതി. പക്ഷെ ഇവിടെ രണ്ട് കണ്ടീഷനും ഫോൾസ് ആയതുകൊണ്ട് റിസൾട്ട് എന്താണ്? ഫോൾസ് ആണ്. നെക്സ്റ്റ്, x greater than or equal to 1 or y greater than or equal to 3. So by inputting the values, 5 greater than or equal to 1 or 3 greater than or equal to 3. 5 greater than or equal to 1 ആണോ? 1നേക്കാൾ ഗ്രേറ്റർ ആണോ 5? ആണ്. റിസൾട്ട് ഈസ് 1. ഓർ 3 greater than or equal to 3. 3നേക്കാൾ 3 ഗ്രേറ്റർ അല്ല, പക്ഷേ ഈക്വൽ ആണ്. സോ റിസൾട്ട് ഈസ് ട്രൂ. 1 ഓർ 1. രണ്ട് കണ്ടീഷനും ട്രൂ ആണ്. റിസൾട്ട് ഈസ് ട്രൂ. x greater than 5 or y greater than or equal to 2. So by inputting values, 5 greater than 5 or 3 greater than or equal to 2. 5 greater than 5 ആണോ? അല്ല. സോ റിസൾട്ട് 0. ഓർ 3 greater than or equal to 2. 2വിനേക്കാൾ ഗ്രേറ്റർ ആണോ 3? ആണ്. ആണെന്ന് പറയുമ്പോൾ ട്രൂ. 0 ഓർ 1. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയാൽ ഓറിൻ്റെ കേസിൽ റിസൾട്ട് 1 ആണ്. അപ്പോൾ ഇവിടെ ഒരു കണ്ടീഷൻ ട്രൂ ആയി. സോ റിസൾട്ട് ഈസ് ട്രൂ. x less than 10 and y greater than 2. So x-നും y-നും വാല്യൂ ഇൻപുട്ട് ചെയ്താൽ 5 less than 10 and 3 greater than 2. 5 less than 10 ആണോ? 10നേക്കാൾ 5 ചെറുതാണോ? ആണ്. സോ റിസൾട്ട് ഈസ് ട്രൂ. ആൻഡ് 3 greater than 2. 2വിനേക്കാൾ ഗ്രേറ്റർ ആണോ 3? ആണ്. സോ റിസൾട്ട് ഈസ് 1. 1 ആൻഡ് 1. രണ്ട് കണ്ടീഷൻ ട്രൂ ആയി. സോ റിസൾട്ട് ഈസ് ട്രൂ. ഇങ്ങനെയാണ് ലോജിക്കൽ എക്സ്പ്രഷൻസ് ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ ലോജിക്കൽ എക്സ്പ്രഷൻസ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മളതിൻ്റെ കണ്ടീഷൻ ഫോളോ ചെയ്യണം. ആൻഡ് ഓപ്പറേറ്റർ ആണെങ്കിൽ എല്ലാ കണ്ടീഷൻസും ട്രൂ ആയാലേ റിസൾട്ട് ട്രൂ ആവുള്ളൂ. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫോൾസ് ആയാൽ റിസൾട്ട് ഫോൾസ് ആവും. ഓർ ഓപ്പറേറ്ററിൻ്റെ കേസിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയാൽ മതി, റിസൾട്ട് ട്രൂ ആവും. എല്ലാ കണ്ടീഷൻസും ഫോൾസ് ആയാലേ റിസൾട്ട് ഫോൾസ് ആവുള്ളൂ. Second question, predict the output if p equal to 5, q equal to 3 and r equal to 2. സോ ഇതൊരു അരിത്തമെറ്റിക് എക്സ്പ്രഷനാണ്. സോ നമ്മളിവിടെ പിക്കും ക്യൂ ആറിനും നമ്മൾ വാല്യൂ ഇൻപുട്ട് ചെയ്യുകയാണ്. സോ ഫസ്റ്റ് എക്സ്പ്രഷൻ, പി മൈനസ് ക്യൂ ഇൻറ്റു ആർ ഡിവൈഡഡ് ബൈ 2. സോ ഇങ്ങനൊരു അരിത്തമെറ്റിക് എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ, അരിത്തമെറ്റിക് എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സായ പ്ലസ്, മൈനസ്, ഇൻറ്റു, ഡിവിഷൻ, മോഡുലർ ഓപ്പറേറ്റർ, ഇങ്ങനെ 5 അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സാണ് നമുക്കുള്ളത്. സോ ഇതിൽ തന്നെ നമ്മൾക്ക് ഹയസ്റ്റ് പ്രയോറിറ്റി ഒരു എക്സ്പ്രഷൻസിൽ ആരെയാണ് ആദ്യം ചെയ്യേണ്ടത്? നമ്മൾ സാധാരണ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷനിൽ നമ്മൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കുന്നത് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനുമാണ്. സോ രണ്ടിനും സെയിം പ്രയോറിറ്റിയാണ്. ആദ്യം ആരാണോ വരുന്നത് അത് സോൾവ് ചെയ്യണം. സെക്കൻഡ് പ്രയോറിറ്റി ഫോർ പ്ലസ് ആൻഡ് മൈനസ്, അതിലും ആദ്യം ആരാണോ വരുന്നത് അത് സോൾവ് ചെയ്യാം. സോ ഇതാണ് മാത്തമാറ്റിക്കൽ നമ്മൾ ഇങ്ങനെയാണ് ഇക്വേഷൻ സോൾവ് ചെയ്യുക. അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഇവിടെ അരിത്തമാറ്റിക് ഓപ്പറേഷൻസും നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പിനും ക്യൂനും ആറിനും വാല്യൂ ഇൻപുട്ട് ചെയ്യണം ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ. സോ നമുക്ക് ഇക്വേഷൻ എന്തായി കിട്ടി? എന്ത് എക്സ്പ്രഷനായി? 5 മൈനസ് 3 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇവിടെ ആദ്യം വരുന്നത് മൾട്ടിപ്ലിക്കേഷനാണ് അല്ലേ? അപ്പോൾ നമ്മൾ അത് ആദ്യം സോൾവ് ചെയ്യണം. അപ്പോൾ 5 മൈനസ് 3 ഇൻറ്റു 2 6 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ അതിങ്ങനെ ഒരു എക്സ്പ്രഷനായി ചെറുതായി. ഇനി ഇതിൽ ആദ്യം നെക്സ്റ്റ് വരുന്ന പ്രയോറിറ്റി ആർക്ക്? ഡിവിഷനാണ്.
അപ്പോൾ 5 മൈനസ് 6 ഡിവൈഡഡ് ബൈ 2. ഇത് ശ്രദ്ധിക്കണം, ഇവിടെ 6 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റീജർ ഡിവിഷനാണ്. ഇൻറ്റീജർ ഡിവിഷൻ്റെ കേസിൽ റിസൾട്ട് ഇൻറ്റീജേഴ്സേ വരുള്ളൂ. നമ്മൾ ആദ്യം ഇൻറ്റീജേഴ്സും ഫ്ലോട്ടിംഗ് പോയിന്റ് പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ ഇൻറ്റീജർ എക്സ്പ്രഷൻ ആയതുകൊണ്ട് റിസൾട്ട് ഇൻറ്റീജർ ആയിട്ടേ നമ്മൾ എഴുതാൻ പാടുള്ളൂ. അപ്പോൾ 5 മൈനസ് 6 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 3. 5 മൈനസ് 3 എത്രയാ? 2. സോ ആൻസർ ഇസ് 2. അടുത്ത ചോദ്യം, P into Q divided by R. So by inputting the value 5 into 3 divided by 2. Again ഈ എക്സ്പ്രഷൻസിൽ ആദ്യം വന്ന മൾട്ടിപ്ലിക്കേഷൻ ആണ്. 5 into 3 15 divided by 2. ഇവിടെ 15 and 2 are integers. അപ്പോൾ ഇൻറ്റീജേഴ്സ് ആയതുകൊണ്ട് ഇവിടെ ഇൻറ്റീജർ ഡിവിഷനാണ്. അപ്പോൾ റിസൾട്ട് ഇൻറ്റീജർ ആണ്. ഒരിക്കലും ഡെസിമൽ ആയിട്ട് വാല്യൂ എഴുതരുത്. നേരെ മറിച്ച് 15.0 ഡിവൈഡഡ് ബൈ 2.0 ആണെങ്കിൽ നമുക്ക് 7.5 എന്ന് എഴുതാം. പക്ഷേ 15 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റീജേഴ്സ് ആയതുകൊണ്ട് അതിൻ്റെ കോഷ്യൻ്റ് മാത്രമേ നമ്മൾ എഴുതാൻ പാടുള്ളൂ, ഹരണഫലം മാത്രമേ നമ്മൾ എഴുതാൻ പാടുള്ളൂ. അപ്പോൾ റിസൾട്ട് എന്താണ് ഇവിടെ വരിക? 7 ആണ് വരിക. നെക്സ്റ്റ് വൺ, P മൈനസ് Q മൈനസ് R ഇൻറ്റു 2 പ്ലസ് P. ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അറിയാം, മൾട്ടിപ്ലിക്കേഷനാണ്. 5 മൈനസ് 3 മൈനസ് 2 ഇൻറ്റു 2 പ്ലസ് 5. സോ മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്യുമ്പോൾ ഇക്വേഷൻ എന്തായി മാറി? 5 മൈനസ് 3 മൈനസ് 2 ഇൻറ്റു 2 4 പ്ലസ് 5. ഇനി വരുന്നത് പ്ലസിനും മൈനസിനും ഒരേ പ്രയോറിറ്റിയാണ്. ആദ്യം ആര് വരണോ അത് ചെയ്യാം. അപ്പോൾ 5 മൈനസ് 3 2 മൈനസ് 4 പ്ലസ് 5. ദെൻ 2 മൈനസ് 4 മൈനസ് 2 പ്ലസ് 5. സോ ആൻസർ ഇസ് 3. ഇങ്ങനെയാണ് അരിത്തമെറ്റിക് എക്സ്പ്രഷൻസ് സോൾവ് ചെയ്യുന്നത്.